ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡി ഫാർമർ. അതുപോലെ തന്നെ ഞാൻ ആദ്യം മുതലേ പറയുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. അത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒന്നോ രണ്ടോ പശുക്കളെ വളർത്തുന്ന കർഷകരാണെന്നുണ്ടെങ്കിൽ, ഒരു രണ്ടോ മൂന്നോ പശുക്കളെ വളർത്തുന്ന കർഷകരാണെന്നുണ്ടെങ്കിൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരു 10 25 അല്ലെങ്കിൽ ഒരു 50 പശുക്കളെ വളർത്തുന്ന ഒരു കർഷകനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം വെച്ചാൽ നമുക്ക് ഒരിക്കലും ഓർത്തിരിക്കാൻ പറ്റത്തില്ല ഈ ഇന്ന പശു ഇപ്പം ഇന്ന പശുവിന് എത്രാമത്തെ ദിവസമാണ് ഇഞ്ചക്ഷൻ ചെയ്തത്, അല്ലെ അത് എന്നാണ് പ്രസവിക്കുന്നത്, അതിന് എന്നാണ് വിരമരുന്ന് കൊടുത്തത്, ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിലും നമ്മളെ ഈ കാണുകയില്ല. അതുമൂലം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പൊ തന്നെ എനിക്ക് ഒരു ഒരു കോമഡി ആണ്. എനിക്കറിയാവുന്ന ഒരു കർഷകൻ, അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിയുടെ പശു 10 മാസമായി, 10 മാസമായിട്ടും പ്രസവിക്കണില്ലെന്ന്. എന്താണ് 10 മാസമായിട്ടും പശു പ്രസവിക്കാത്തത്? 10 മാസമായിട്ടും പശു പ്രസവിക്കാത്ത സ്ഥിതിക്ക് അതിന് ചെനയില്ല. അപ്പൊ പുള്ളി കറക്റ്റ് ആയിട്ട് ആ ഡേറ്റും കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടില്ല. അത് നോട്ട് ചെയ്യാത്ത കൊണ്ട് അതിന് ഇഞ്ചക്ഷൻ ചെയ്തു. അപ്പൊ അത് ചെനയുണ്ടെന്നുള്ളതാണ് തന്നെ പുള്ളി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഡേറ്റ് നോട്ട് ചെയ്യണ എന്നാത്തിന് വേണ്ടിയിട്ടാ? നമുക്ക് ഒരു 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ, കുത്തിവെച്ചൊരു 3 മാസം കഴിഞ്ഞ് പിന്നെ അത് ചെനക്കോളൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ അത് ചെന പിടിച്ചെന്ന് ഉറപ്പൊന്നുമില്ല. നമുക്ക് ഒരു എലയിനെ വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് അതിന്റെ ചെന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് എല്ലാവരും ചെക്ക് ചെയ്യണം കൃത്യമായിട്ട്. ഞാൻ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. ആ പശുക്കൾക്ക് ചെന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു 3-ാമത്തെ മാസം നമുക്ക് ആളെ വിളിച്ച് വരുത്തിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ചെക്ക് ചെയ്യാൻ വേണ്ടി ഒത്തിരി പുതിയ രീതികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം 1 മാസം കഴിഞ്ഞാൽ തന്നെ ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ അത് നോക്കിയിട്ടില്ല. ഞാൻ ആളെ വിളിച്ചു വരുത്തിയിട്ടാണ്, എലൈനെ വിളിച്ചു വരുത്തിയിട്ട് അവര് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെനയുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. അങ്ങനെ 3 മാസം കഴിഞ്ഞ് നമുക്ക് ചെനയില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ പശുവിന് ചെനയില്ല. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണം. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ വലിയ പൈസ മുടക്കി ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒരു വിരമരുന്ന് മേടിച്ചു കൊടുത്ത് അതിന് ഹീറ്റ് ആകാനുള്ള മരുന്നും കാര്യങ്ങളും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടാമത് ഹീറ്റ് ആവും. അപ്പൊ ഇത് ചെനയുണ്ടെന്നുള്ള ധാരണയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പശുക്കൾക്ക് 9 മാസം കഴിഞ്ഞാലും 10 മാസം കഴിഞ്ഞാലും 11 മാസം കഴിഞ്ഞാലും പശു പ്രസവിക്കുകയില്ല. നമ്മൾ ഇതിനെ എന്നാ പറയണ, 8 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് അല്ലെ 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് നമ്മൾ 7-ാം മാസം നമ്മൾ കറവ് നിർത്തുക. നമ്മൾ ബുദ്ധിമുട്ടി ഇതിന്റെ പാല് കുറച്ച് കൊണ്ടുവന്ന് നല്ല ഒരു പശുവിനെ നമ്മൾ കറവ് നിർത്തുന്നു. ഇത് പിന്നെ നമുക്ക് 8-ാം മാസം അല്ലെ 9-ാം മാസം ചെന ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പശുവിനെ നമുക്ക് പിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? ഫാമിൽ വെച്ചോണ്ട് പോകാൻ പറ്റുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈൽഡ് നിർത്തി, പശുവിന്റെ കറവ് നിർത്തി. ഈ സ്ഥിതിക്ക് പിന്നെ നമ്മൾ എങ്ങനെ ഈ പശുവിനെ വെച്ച് ഫാം മുന്നോട്ട് പോകും? അപ്പൊ നമ്മൾ ആ പശുവിനെ തടിക്ക് വിൽക്കേണ്ട അവസ്ഥ വരും. നമ്മൾ ആറ്റുനോറ്റ് വളർത്തിയ ഒരു പശുവിനെ ചെനയുണ്ടെന്നുള്ളത് വളർത്തി ലാസ്റ്റ് അതിന് ചെനയില്ലെന്നിറങ്ങി നമ്മൾ തടിക്ക് കശാപ്പുകാർക്ക് വെക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഒരിക്കലും ആ ഒരു രീതിയിലോട്ട് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പശുക്കളുടെ ഡീറ്റെയിൽ എല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് എല്ലാ കർഷകരും പ്രത്യേകം ശ്രദ്ധിക്കണം.